ഗുഡ് ആഫ്റ്റർനൂൺ ഇവൻ. നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സോഫാർ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വാളിറ്റി ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്തൊക്കെയാണ്, കോസ്റ്റ് ഓഫ് കൺഫർമൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് നോൺ കൺഫർമൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്തുകൊണ്ട് SQC എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാറ്റഗറീസ്, ഡിസ്ക്രിപ്റ്റീവ്, അക്സെപ്റ്റൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ 7 മേജർ ടൂൾസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിൻ്റെ 7 പ്രധാനപ്പെട്ട ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ചെക്ക് ഷീറ്റ്, സെക്കൻഡ് വൺ ഈസ് ഫ്ലോ ചാർട്ട്, പാരറ്റോ ചാർട്ട്, കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം, ഇഷിക്കാവ ഡയഗ്രാം, സ്കാറ്റർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം ആൻഡ് കൺട്രോൾ ചാർട്ട്സ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ള ഒരു ബേസിക് ഒരു ഐഡിയ ആണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത്. ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ സാധ്യതയുള്ളതാണ്. ദ 7 മേജർ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. സോ വി ക്യാൻ ഡിസ്കസ് വൺ ബൈ വൺ. ആദ്യം ചെക്ക് ഷീറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ചെക്ക് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൂളാണ്. ചെക്ക് ഷീറ്റ് കൊണ്ട് നമ്മൾ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ഡിഫക്റ്റ് വൈസും ഡേ വൈസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. പല ടൈപ്പ് ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. സോ ഡിഫക്റ്റ് വൈസ് നമുക്ക് ഡിഫക്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഡേ വൈസും നമുക്ക് ഡിഫക്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ഡിഫക്റ്റ് വൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും, ഡേ വൈസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ചെക്ക് ഷീറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചെക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനുവലായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. മാനുവൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. വി ക്യാൻ കളക്ട് ദ ഡാറ്റ മാനുവലി. നമുക്ക് ഗ്രാഫിക്കലി ഒരു ചാർട്ട് രൂപത്തിൽ അതിൻ്റെ ഡാറ്റ കിട്ടും. അതുകൊണ്ടാണ് മാനുവൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കളക്ട്സ് ദ റിയൽ ടൈം ഡാറ്റ ഇൻ ഓർഗനൈസ്ഡ് മാനർ. ഒരു ചെക്ക് ഷീറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പ്രൊഡക്ഷൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റിയൽ ടൈം ആയിട്ടാണ് നമ്മൾ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്. ഡിഫക്റ്റുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഡിഫക്റ്റ് വൈസ് നമ്മളിങ്ങനെ രേഖപ്പെടുത്തും, ഡേ വൈസും നമ്മളിങ്ങനെ രേഖപ്പെടുത്തുന്നത് റിയൽ ടൈം ആയിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്പർ ഓഫ് ഡിഫക്ട്സ്, എത്ര ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട്, സാമ്പിൾ ജനറലി ഷോൺ, അങ്ങനെയുള്ള നമ്പർ ഓഫ് ഡിഫക്ട്സും സാമ്പിൾസും അതെല്ലാം നമ്മൾ ഈ ചെക്ക് ഷീറ്റിൽ കാണിക്കുന്നു. ഇറ്റ് ഗീവ്സ് ദി അക്സെപ്റ്റബിൾ റേഞ്ച്. ദ ടിക്ക് മാർക്ക് ഈസ് മെയ്ഡ് അഗെയിൻസ്റ്റ് ദ ഡിഫക്റ്റ്. ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടാലി മാർക്കോ നമ്മൾ ഇടുന്നു. അതൊരു അക്സെപ്റ്റബിൾ റേഞ്ച്, നമുക്ക് ഒരു അക്സെപ്റ്റബിൾ ബെഞ്ച് മാർക്ക് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ദിവസം ഇത്ര ഡിഫക്റ്റുകൾ വരെ ആകാം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പർട്ടിക്കുലർ ഡിഫക്റ്റ് ഇത്ര നമ്പർ വരെ ആകാം. അങ്ങനെ ഒരു അക്സെപ്റ്റബിൾ റേഞ്ച് നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ചെക്ക് ഷീറ്റിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്സെപ്റ്റബിൾ റേഞ്ചിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിഫക്റ്റ് ഒരു പീരിയഡിൽ അക്സെപ്റ്റബിൾ റേഞ്ചിന് മുകളിൽ പോവുകയോ ഒരു പർട്ടിക്കുലർ ദിവസം ഒരു നമ്പർ ഓഫ് ഡിഫക്ട്സ് ഈ പറഞ്ഞ ഒരു ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് രീതികളിലേക്ക് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു അക്സെപ്റ്റബിൾ റേഞ്ച് ഉണ്ടാകും. ആ അക്സെപ്റ്റബിൾ റേഞ്ചിൽ നിൽക്കുന്നതാണോ ഡിഫക്റ്റുകൾ എന്ന് നമുക്ക് ചെക്ക് ഷീറ്റ് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ഈ ഒരു ചെക്ക് ഷീറ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്റ്റുകളുണ്ട് അല്ലേ. റസ്റ്റഡ് ഐറ്റം, തുരുമ്പ് പിടിച്ചത്, സ്ക്രാച്ച് വന്ന ഐറ്റം, ഡേർട്ടി ആയിട്ടുള്ള ഐറ്റം, ബ്രോക്കൺ ആയിട്ടുള്ള ഐറ്റം, മെയിൻ ബോഡി ഡെൻഡ് ആയിട്ടുള്ള ഐറ്റം, ഇങ്ങനെ ടൈപ്സ് ഓഫ് ഡിഫക്റ്റുകളുണ്ട്. പിന്നെ നമ്മളൊരു പീരീഡ് ചൂസ് ചെയ്തിരിക്കുന്നത് സൺഡേ ടു സാറ്റർഡേ 1 വീക്കാണ്. അപ്പോൾ നോക്കുക, റസ്റ്റഡ് ഐറ്റംസ് സൺഡേ ഒന്നുമില്ല, മൺഡേ 4 എണ്ണം ഉണ്ട്, ട്യൂസ്ഡേ 2 എണ്ണം, വെനസ്ഡേ ഒന്നുമില്ല, തേഴ്സ്ഡേ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ഒരാഴ്ച നമുക്ക് റസ്റ്റഡ് ഐറ്റമായിട്ട് ഡിഫക്റ്റ് വന്നിരിക്കുന്നത് 9 എണ്ണമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പീരിയഡിൽ നമ്മളിങ്ങനെ ഡിഫക്റ്റ് വൈസ് നമുക്ക് നമ്പർ കിട്ടുന്നുണ്ട്. ഐറ്റംസ് വിത്ത് സ്ക്രാച്ച് സൺഡേ മാത്രമേ വന്നിട്ടുള്ളൂ 1. ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് 6 എണ്ണം വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിഫക്റ്റ് വൈസ് ഒരാഴ്ചയിൽ എത്ര നമ്പറുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഡേ വൈസ് സൺഡേ ഈ ഡിഫക്റ്റുകളിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്. ഐറ്റം വിത്ത് സ്ക്രാച്ച് 1, വോയിഡ്സ് ഇൻ കാസ്റ്റിംഗ്, അതാണ് രണ്ടാമത്തെ ഒരു ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് 2 ഡിഫക്റ്റ് സൺഡേ വന്നിട്ടുള്ളൂ. മൺഡേ മൊത്തം 9 ഡിഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീരീഡിലെ ഡേ വൈസ് നമുക്ക് എത്ര ഡിഫക്റ്റുകൾ ഉണ്ട് എന്നുള്ളതും കിട്ടും. ആ ഒരു പീരീഡിൽ നമുക്ക് ഡിഫക്റ്റ് വൈസ് എത്ര നമ്പർ എന്നുള്ളതും കിട്ടും. ഇത് ഒരു അക്സെപ്റ്റബിൾ റേഞ്ചിലല്ലെങ്കിൽ നമ്മളവിടെ കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ചെക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ഡാറ്റയാണ്.
റിയൽ ടൈമായിട്ട് നമ്മൾ കമ്പനി ചെന്ന് മാനുവലി ആണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മളൊരു ചെക്ക് ഷീറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആദ്യം ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യണം. ഒരു പ്രോബ്ലം വേണം, ഒരു പ്രോസസ്സ് വേണം. ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിഫക്റ്റുകളാണ് അവിടുത്തെ പ്രോബ്ലം. ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്യൂട്ടബിൾ പീരീഡ് നമ്മൾ സെലക്ട് ചെയ്യണം. 1 വീക്ക് ആണെങ്കിൽ 1 വീക്ക്, 4 ഡേയ്സ് ആണെങ്കിൽ 4 ഡേയ്സ്, 1 മന്ത് ആണെങ്കിൽ 1 മന്ത്. അതിനുശേഷം ഒരു ചെക്ക് ഷീറ്റ് നമ്മൾ ഈ ഒരു പറഞ്ഞ ഡാറ്റ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഈ ഒരു രൂപത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലോ ഡെവലപ്പ് എ ചെക്ക് ഷീറ്റ് വിച്ച് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലൊരു ചെക്ക് ഷീറ്റ് വേണം ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ നമ്മൾ റിയൽ ടൈമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ നമ്മളത് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്ത് നമ്മൾ അതിലൊരു അസംഷനിലേക്ക് എത്തുന്നു. ഒരു അസംഷനിലേക്ക് എത്തിയിട്ട് അക്സെപ്റ്റബിൾ റേഞ്ചിന് മുകളിൽ പോവുകയാണെങ്കിൽ കറക്റ്റീവ് സ്റ്റെപ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. സോ ഇതാണ് ചെക്ക് ഷീറ്റിൻ്റെ ഒരു മാതൃക. ഡിഫക്റ്റ് വൈസും ഡേ വൈസും നമുക്ക് ഡിഫക്റ്റുകളുടെ ഒരു നമ്പർ കിട്ടുന്നുണ്ട്. അത് അക്സെപ്റ്റബിൾ റേഞ്ചിന് മുകളിലാണോ താഴെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൂള് ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ എ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ which what explains a particular process or a part of a process. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷോസ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ എ പ്രോസസ്സ്. ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ ഒരു ഗ്രാഫിക്കലി നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരികയാണ്. ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ നമ്പർ ഓഫ് വേസ് ലൈക്ക് പിക്ചേഴ്സ്, സിമ്പിൾസ്, ലൈൻ ഡയഗ്രാം. ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുന്നത്. മേ ബി ഡ്രോ ടു റെപ്രസെൻറ്റ് ദ എൻറ്റയർ പ്രോസസ് ഓർ എ പാർട്ട് ഓഫ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിൻ്റെ എൻറ്റയർ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാർട്ട് ഡിസ്ക്രൈബ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഫ്ലോ ചാർട്ട് ഉപയോഗിക്കും. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റെപ്സ് ഇൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ നോക്കുക. ലാമ്പ് ഡസിൻ വർക്ക്. ഒരു ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല. എന്തൊക്കെയായിരിക്കും കാരണങ്ങളോ? ഒന്നെങ്കിൽ അത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടാവില്ല, ഓൺ ആക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിലോ ചിലപ്പോൾ ബൾബ് അടിച്ചു പോയതായിരിക്കും. ഇനി ബൾബ് അടിച്ച് പോയിട്ടില്ലെങ്കിലോ മൊത്തത്തിൽ ആ ലാമ്പ് തന്നെ കേടായതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ, ഒരു സിനാരിയോയിൽ നമ്മൾ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുകയാണ്. ലാമ്പ് ഡസിൻ വർക്ക്. അങ്ങനെ വരുമ്പോൾ എന്താ? ലാമ്പ് പ്ലഗ്ഡ് ഇൻ ആണോ? പ്ലഗ്ഡ് ഇൻ അല്ല, നോ ആണെങ്കിൽ പ്ലഗ് ഇൻ ദ ലാമ്പ്. പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. ലാമ്പ് പ്ലഗ്ഡ് ഇൻ ആണെങ്കിലോ എന്നിട്ടും കത്തുന്നില്ലെങ്കിലോ ബൾബിനായിരിക്കും പ്രശ്നം. ബൾബ് ബേൺഡ് ഔട്ട് ആണോ? യെസ് ആണെങ്കിൽ ബൾബ് റീപ്ലേസ് ചെയ്യൂ, പ്രശ്നം സോൾവ് ചെയ്യപ്പെടും. ബൾബ് റീപ്ലേസ് ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിലോ ലാമ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ബൈ ന്യൂ ലാമ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം മനസ്സിലായി. ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടു. എന്താണ്? പ്ലഗ് ഇൻ ചെയ്യാത്തത് കൊണ്ടാണോ? ബൾബ് മാറ്റാത്തത് കൊണ്ടാണോ? അതോ പുതിയ ലാമ്പ് മേടിക്കാത്തത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള കേസുകൾ മുഴുവൻ നമുക്ക് എന്താണ്, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഒരു പ്രോസസ്സ് മുഴുവൻ ഫ്ലോ ചാർട്ടിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഫ്ലോ ചാർട്ടിൽ പല തരത്തിലുള്ള സിമ്പിൾസും പിക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? അതിൽ റെക്റ്റാങ്കുലർ ഫില്ലറ്റ് യൂസ് ചെയ്യും, പാരലോഗ്രാം ഉണ്ട്, ഡയമണ്ട് ഷേപ്പ് ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഫ്ലോ ലൈൻ ഉണ്ട്. ഇതൊക്കെ ഓരോരോ പർട്ടിക്കുലർ ഓപ്പറേഷൻസിനെ, പ്രോസസ്സുകളെയാണ് സൂചിപ്പിക്കുന്നത്. റെക്റ്റാങ്കുലർ ഫില്ലറ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ജനറലി ദിസ് സിമ്പിൾ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി പ്രോസസ്സ്. ഒരു പ്രോസസ്സ് ബിഗിൻ ചെയ്യാനും എൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ റെക്റ്റാങ്കുലർ ഫില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് മിക്കവാറും ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഈ റെക്റ്റാങ്കുലർ ഫില്ലറ്റിലാവാനാണ് സാധ്യത. പാരലോഗ്രാം ഉണ്ട്. അത് സിമ്പിൾ ഈസ് ഇൻഡിക്കേറ്റ് ദ ഡാറ്റ, യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഡാറ്റ. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പാരലോഗ്രാം യൂസ് ചെയ്യുന്നത്. ഡയമണ്ടോ ഡിസിഷൻ പ്രോസസ്സ്. നമ്മളൊരു ഡിസിഷൻ എടുക്കണം. എന്താണ് ഇവിടെ? ലാമ്പ് പ്ലഗ്ഡ് ഇൻ, ഒന്നെങ്കിൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കുക. അങ്ങനെയുള്ള ഡിസിഷൻ സംഗതികളെ നമ്മൾ ഡയമണ്ട് ബോക്സിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ ഷേപ്പ് എന്തിനാണ്? ടു ഡെപ്പിക്ട് ദ പ്രോസസ്സിങ് ഓപ്പറേഷൻ. ദ ജനറൽ സിമ്പിൾ യൂസ് ടു ഡെപ്പിക്ട് ദി പ്രോസസ്സിങ് ഓപ്പറേഷൻ. കറൻ്റ്ലി ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് റെക്റ്റാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുക. സർക്കിൾ എന്തിനാണ്? സംടൈം യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദി പ്രോസസ്സ്. ഈ റെക്റ്റാങ്കുലർ ഫില്ലറ്റ് പോലെ തന്നെ സർക്കിളും സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് എ പ്രോസസ്സിനാണ് സർക്കിൾ യൂസ് ചെയ്യുക. ഫ്ലോ ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുക? എ ലൈൻ വിത്ത് എൻ ആരോ ഹെഡ് ഈസ് ദ സിമ്പിൾ ദാറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേജസ് ഇൻ എ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. ആ സ്റ്റേജസിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാനാണ് ഈ ഫ്ലോ ലൈൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഫ്ലോ ചാർട്ട് എന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു മൊത്തത്തിൽ ഒരു ഓപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സും സ്റ്റേജസും നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫ്ലോ ചാർട്ട്. നമുക്ക് വളരെ എളുപ്പം തന്നെ ഫ്ലോസും മിസ്റ്റേക്സും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും, അത് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അതിലുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സിമ്പലുകൾ, റെക്റ്റാങ്കുലർ ഫില്ലറ്റ് മുതൽ ഫ്ലോ ലൈൻ വരെയുള്ള സിമ്പലുകൾ ഒന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത്തത് പാരറ്റോ ചാർട്ടാണ്. വിൽഫ്രഡ് പാരറ്റോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി പാരറ്റോ ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 20-80 റൂൾ. 20-80 റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 80% ഓഫ് ദി പ്രോബ്ലം ഈസ് കോസ്ഡ് ബൈ 20% ഓഫ് ദി കോസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 80% ഓഫ് ദി ട്രബിൾ, 80% പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് 20% കാരണങ്ങളാണ്, അല്ലെങ്കിൽ 20% വിഷയങ്ങളാണ്. മൊത്തത്തിൽ 80% ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നത് 20% വരുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി പ്രോബ്ലം ഈസ് കോസ്ഡ് ബൈ എ സ്മോൾ മൈനോറിറ്റി. ചെറിയൊരു മൈനോറിറ്റി കാരണങ്ങളാണ് ഈ 80% വലിയ പ്രോബ്ലത്തിൻ്റെയും കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 80% ഓഫ് ദി പ്രോബ്ലത്തിന് കാരണമാകുന്ന 20% റീസൺസിനെ കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയാണ് പാരറ്റോ ചാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസൈഡ് ഓർഡർ ഓഫ് പ്രോബ്ലം ജനറേറ്റഡ് ഇൻ ഇൻഡസ്ട്രി ടു ബി ടാക്കിൾഡ്. 80% ഓഫ് ദി ട്രബിൾ ഈസ് കോസ്ഡ് ബൈ 20% ഓഫ് ദി ഇഷ്യൂസ്. ഇറ്റ് ഷോസ് ദി ഡിഫക്റ്റ് ദാറ്റ് കോസ് മാക്സിമം റിജക്ഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന കാരണം, കോസ് ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ പാരറ്റോ ചാർട്ട് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബാർ ഡയഗ്രാംസ് ആൻഡ് ലൈൻ ഡയഗ്രാം. ലൈൻ ഡയഗ്രാമും ബാർ ഡയഗ്രാമിൻ്റെ ഒരു കോമ്പിനേഷനാണ് പാരറ്റോ ചാർട്ട്. ഫ്രീക്വൻസി സൂചിപ്പിക്കാൻ വേണ്ടി ബാർ ഡയഗ്രാംസും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സൂചിപ്പിക്കാൻ വേണ്ടി ലൈൻ ഡയഗ്രാമുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക. പ്രധാനമായിട്ടും എന്താണ്? ബാർ ഡയഗ്രാമും ഉണ്ട്, ലൈൻ ഡയഗ്രാമും ഉണ്ട്. ലൈൻ ഡയഗ്രാം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാനും ബാർ ഡയഗ്രാം ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാനുമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ബാർ ഡയഗ്രാം ആൻഡ് ലൈൻ ഡയഗ്രാം. ഇൻഡിവിജ്വൽ വാല്യൂസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ഡിസെൻഡിങ് ഓർഡേഴ്സ് ബൈ ദി ബാർസ്. ക്യുമുലേറ്റീവ് ടോട്ടൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലൈൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഫയൽ അയക്കാൻ പറ്റാത്തതിലെ ഡിഫറെൻറ്റ് റീസൺസ് ആണ്. അൺഏബിൾ ടു ഡൗൺലോഡ്, കാൺ ഫൈൻഡ് ദ ഫയൽ, ഓപ്പൺസ് ആസ് റീഡ് ഓൺലി, കാൺ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്, കാണ്ട് ഓപ്പൺ ദ ഫയൽ. ഇങ്ങനെ പല റീസൺസ് ആണുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ റീസൺ ഉള്ളത് എന്താണ്? അൺഏബിൾ ടു ഡൗൺലോഡ് ഓൾമോസ്റ്റ് 50 ഉണ്ട്. പിന്നെ ഉള്ളത് ഓൾമോസ്റ്റ് 30, കാൺ ഫൈൻഡ് ദ ഫയൽ. പിന്നെ ഓപ്പൺസ് റീഡ് ഓൺലി എന്നുള്ളത് ഒരു 30. അപ്പോൾ ഇതിൽ തന്നെ ഇതുണ്ടോ, ഇത് 50 ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാർ ഡയഗ്രാമിൽ, ഇത് 30 രേഖപ്പെടുത്തിയിട്ട് ഇവിടെ ഇതെങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്? ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണല്ലേ. മൊത്തം 100%-ൽ 50 എന്ന് പറയുന്നത് എത്ര ശതമാനം ഉണ്ടെന്നുള്ളത്. മൊത്തം ഉള്ളതിൽ പറയുന്നത് ഈ 50 എന്ന് പറയുന്നത് ഏകദേശം ഒരു 40%-ഓളം വരുന്നുണ്ട്. ടോട്ടൽ 100-ൽ ഈ 50 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഇത്രയും വരുന്നുണ്ട്, 40-50%-ഓളം വരുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു പോയിന്റ് വന്നത്. 100-ൽ ഒരു 50 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, റൈറ്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ 50 + 30 80% വരണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഒരു പോയിന്റ് വന്നത്, ഓൾമോസ്റ്റ് നിയർ ടു 80. ഈ 50 + 30 80 + 10 കൂടി വന്നപ്പോൾ തന്നെ 90 ആയി ഓൾമോസ്റ്റ്. അതാണ് ഇവിടെ ഒരു പോയിന്റ് വന്നത്, ഏകദേശം 90ക്ക് അടുത്തായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഭാഗമായിട്ട് ഈ ലൈൻ ഡയഗ്രാം പോവും, അല്ലാതെ ബാർ ഡയഗ്രാം പോകുന്നത് അതിൻ്റേതായ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മൊത്തം 100% ഓഫ് ദ പ്രോബ്ലത്തിൽ ഒരു 90%-ഉം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ 3 പ്രോബ്ലംസാണ്. 100% പ്രോബ്ലത്തിൽ ഒരു 90%-ഓളം കാരണമായിരിക്കുന്നത് ആദ്യത്തെ 3 കാരണങ്ങളാണ്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് വൈറ്റൽ ഫ്യൂ ആയിട്ടുള്ള വിഷയങ്ങൾ. ഈ 3 വിഷയങ്ങൾ പരിഹരിച്ചാൽ 100% പ്രോബ്ലത്തിൽ നല്ലൊരു കുറവ് വരും. അപ്പോൾ നമ്മൾ ഈ പാരറ്റോ ചാർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി മേജർ കോസസ് ഫോർ ദി പ്രോബ്ലം. It is having an assumption that 80% of the problem is caused by 20% of the causes. ആ മേജർ കോസസിനെ കണ്ടുപിടിക്കാനും അവയെ റെക്ടിഫൈ ചെയ്യാനുമാണ് പാരറ്റോ ചാർട്ട് യൂസ് ചെയ്യുന്നത്.
സോ അത് ഞാൻ പറയുന്നത് വെൻ ദർ ആർ മെനി പ്രോബ്ലംസ് ഓർ കോസസ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വൺ വെൻ അനലൈസിങ് ബ്രോഡ് കോസസ് ബൈ ലുക്കിംഗ് അറ്റ് ദ സ്പെസിഫിക് കമ്പോണൻസ്. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോസസിനെ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ആ ഡിഫക്റ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഇതാണ് പാരറ്റോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇഷിക്കാവ ഡയഗ്രാമാണ്. ഇഷിക്കാവ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊരു എന്താ പറയുന്നത്, നമ്മളൊരു പ്രോബ്ലത്തിനെ ഒരു ഫിഷ് ഡയഗ്രാമിന് നമുക്ക് അതിനെ സൂചിപ്പിക്കാം. ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ നമ്മളൊരു പ്രോബ്ലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രോബ്ലം ഫിഷിൻ്റെ ഹെഡാണ്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സുകളും കോസസുമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഫിഷിൻ്റെ ഹെഡായിട്ട് എടുത്തിട്ട് ഒരു ബോൺ വരച്ചിട്ട് മേജർ സോഴ്സുകളെ നമ്മൾ മെയിൻ ബോണുകളാക്കിയ ശേഷം ഓരോ കോസുകളെയും ആ സോഴ്സ് മൂലമുണ്ടാകുന്ന കോസുകളെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ബോൺസായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ സോഴ്സ് എന്താണെന്നും അതിൻ്റെ കോസുകൾ എന്താണെന്നും നമുക്ക് തിരിച്ചറിയാനും നമുക്ക് ഈസി ആയിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്താനും സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ലേറ്റ് ഫോർ വർക്ക്, തൊഴിലാളികൾ വൈകി വരുന്നതാണ് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് പീപ്പിൾ, മെത്തേഡ്, മെഷർമെൻറ്റ്, മെഷീൻ, എൻവയോൺമെൻറ്റ്, മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് സോഴ്സുകൾ. ഈ പീപ്പിളിൽ തന്നെ സോഴ്സിൽ തന്നെ കോസ് എന്തൊക്കെയാകാം? ആൾക്കാരുടെ വീട്ടിൽ കുട്ടികളുണ്ടാവും, അതുകൊണ്ട് വൈകാൻ സാധ്യതയുണ്ട്. ആൾക്കാർ ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ആൾക്കാർ മടുക്കാൻ ടയേർഡ് ആവാൻ സാധ്യതയുണ്ട്, ലേസി ആവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞ സോഴ്സിൽ വരുന്ന കോസസാണ്. പിന്നെ മെത്തേഡ്, അലാം ക്ലോക്ക് ചിലപ്പോൾ അലാം അടിക്കാത്തത് കൊണ്ടായിരിക്കാം. വാഷിംഗ് ടൈം, അതേപോലെ റൂട്ട് ടു വർക്ക്, ഡിസ്റ്റൻസ് ടു വർക്ക്, ഇതെല്ലാം വിഷയങ്ങളായിട്ട് വരും. അതേസമയം മെഷർമെൻറ്റ്, വർക്ക് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട് ബോണസ് കൃത്യസമയത്ത് കിട്ടുന്നില്ല, ഓക്കെ, ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല, ഓക്കെ, ലേറ്റ് ഫോർ സ്കൂൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും എല്ലാം ഈ എന്താ പറയുന്നത് വർക്ക് തൊഴിലാളികൾ വൈകി വരാൻ കാരണമാകുന്നു. മെഷീൻ, ഒരു കോഫി മെഷീൻ ഇല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാർ കൃത്യസമയത്ത് നമുക്ക് കാറില്ല, അതുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ട്രെയിനില്ല, അല്ലെങ്കിൽ അലാം ക്ലോക്ക് അവിടെയും വന്നു, അതുകൊണ്ടൊക്കെ നമ്മൾ ലേറ്റ് ആവുന്നു. കോഫി മെഷീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സമയം പോകുന്നു, അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആവുന്നു. ഓക്കെ, എൻവയോൺമെൻറ്റ്, ട്രാഫിക് ജാം കാരണം നമുക്ക് ലേറ്റ് ആവുന്നു. ഫോഗ് കാരണം, റെയിൻ കാരണം, ചിലപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റ് ആവുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇഷിക്കാവ ഡയഗ്രാമിൽ നമ്മൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. വി വാണ്ട് ടു ഡിഫൈൻ എ പ്രോബ്ലം, ആ പ്രോബ്ലം ഫിഷിൻ്റെ ഹെഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡിഫൈൻ എ പ്രോബ്ലം, ദെൻ സെലക്ട് ദ മെത്തേഡ്, ദാറ്റ് ഈസ് ഡ്രോ ദ പ്രോബ്ലം ബേസ്. നമ്മളൊരു പ്രോബ്ലം ബേസ് വരയ്ക്കുന്നു. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കൃത്യമായിട്ട് എന്താണ് വരയ്ക്കുന്നത്? സ്പെസിഫൈ ദ മേജർ സോഴ്സസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ആ സോഴ്സസിന് കീഴിൽ വരുന്ന കോസുകളെയും നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ സോഴ്സ് എന്താണെന്നും അതിൻ്റെ കോസുകൾ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. നമുക്കതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. വി ക്യാൻ ഫൈൻഡ് എ ഈസി സൊല്യൂഷൻ ഓൾസോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാറ്റർ ഡയഗ്രാമിനെ കുറിച്ചിട്ടാണ്. സ്കാറ്റർ ഡയഗ്രാം എന്ന് കൊണ്ടുവന്നത് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്നും അതിനെ പറയും. അതൊരു വിഷ്വലൈസേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. രണ്ട് വേരിയബിൾസ് അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ, അത് റിലേറ്റഡ് ആണോ കോറിലേറ്റഡ് ആണോ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണോ എന്നൊക്കെയുള്ളത് നമ്മൾ വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ രണ്ട് വേരിയബിൾസ് നമ്മൾ സെലക്ട് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം, അതിന് ശേഷം നമ്മളത് റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രധാനമായിട്ടും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, നോ കോറിലേഷനും ഉണ്ട്. നമുക്ക് നോക്കാം. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? If the x coordinate and the y coordinate both increase, then it is positive correlation. This means the both are going up and they are related. ഒരു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളുണ്ട്, വൈ എന്ന് പറഞ്ഞ വേരിയബിളുണ്ട്, രണ്ടും തമ്മിൽ റിലേഷനും ഉണ്ട്. എക്സ് മൂവ് ചെയ്യുമ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു കേസാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഏജും ഹൈറ്റും, ഒരു വയസ്സായിരിക്കുമ്പോൾ 25 ആണെങ്കിൽ ഹൈറ്റ് 2 വയസ്സാകുമ്പോൾ 31. സോ ഏജ് കൂടുന്നതനുസരിച്ച് ഏജ് കൂടുന്നതനുസരിച്ച് ഹൈറ്റും കൂടുന്നു. അവിടെ നമുക്കൊരു പോസിറ്റീവ് കോറിലേഷനാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ ദീസ് ടു ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഏജ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് പോസിറ്റീവ്ലി കോറിലേറ്റഡ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയും രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് കോറിലേഷനായിട്ട് സൂചിപ്പിക്കുന്നത്.
അതിനൊരു എക്സാമ്പിൾ എന്താണ്? ഒരു വണ്ടി, ആ കാറിന് വയസ്സ് കൂടുന്തോറും അതിൻ്റെ വാല്യൂ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. ഒന്നാമത്തെ വർഷം ആ കാറിന് $30,000 ആണ്, രണ്ടാമത്തെ വർഷം $27,000 ഉള്ളൂ. സോ ആസ് ദി ഏജ് ഇൻക്രീസസ് ഫോർ ദ കാർ ദ വാല്യൂ ഡിക്രീസസ്. സോ ഇവിടെ നെഗറ്റീവ് കോറിലേഷനാണ്. ഏജ് ഓഫ് ദി കാർ ആൻഡ് വാല്യൂ ഓഫ് ദി കാർ ആസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ്. അടുത്തത് നോ കോറിലേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ സാധിക്കും ഇതൊരു പോസിറ്റീവ് സ്ലോപ്പാണ് നമുക്ക് കിട്ടുക. ഒരു ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈനിനോട് ചേർന്നാണ് എല്ലാ പോയിൻറ്റ്സും വരിക. ഇതും ലൈനിനോട് ചേർന്നാണ് പോയിൻറ്റ്സ് വരിക, പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സ്ലോപ്പാണ്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടാവുക. നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ലൈനൊന്നും വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ ചെറിയ പോയിൻറ്റ്സ് ആയിരിക്കും. കാരണം എന്താണ്? ഈ രണ്ട് വേരിയബിൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ഇഫ് ദർ സീംസ് ടു ബി നോ പാറ്റേൺ and the points look scattered, this means there is no correlation. And an example ആണ്, if you look at the size of the shoe a baseball player wears and their batting average, അത് തമ്മിൽ യാതൊരു ഒരു ബന്ധവും ഇല്ല. ഒരു വ്യക്തിയുടെ ഷൂസിൻ്റെ സൈസും അയാളുടെ ബാറ്റിംഗ് ആവറേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോ അവിടെ നോ കോറിലേഷനാണ്, യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കാറ്റർ ഡയഗ്രാമിനെ കുറിച്ചാണ്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും ഒരു എക്സാമ്പിളാണ്. എ എന്ന് പറഞ്ഞ കേസും ബി എന്ന് പറഞ്ഞ ഒന്ന് നോക്കുക. ഓരോ കുട്ടികളുടെ കേസാണ്. ഈ കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ടി വി കാണാനും ഹോംവർക്ക് ചെയ്യാനും. 30 മിനിറ്റ് ടി വി കാണുന്നു, 180 മിനിറ്റ്. ഇവിടെ ടി വി കാണുന്ന സമയം കൂടി 45 മിനിറ്റ്. ഇപ്പോൾ ടൈം കുറഞ്ഞു. വീണ്ടും ടി വി കാണുന്ന 120 ആയപ്പോൾ ഇവിടെ വീണ്ടും ഹോംവർക്ക് ചെയ്യാനുള്ള സമയം കുറഞ്ഞു. ഇതിനെ നമ്മളങ്ങ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഹോംവർക്ക് ചെയ്യുന്നതും ടി വി കാണുന്നതും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വര വരയ്ക്കാൻ അങ്ങനെ സാധിക്കുന്നുണ്ട് അല്ലേ? അതൊരു നെഗറ്റീവ് കോറിലേഷൻ വരെയാണ്. കാരണം എന്താണ്? ടി വി കാണുന്ന സമയം കൂടുമ്പോൾ ഹോംവർക്ക് ചെയ്യാനുള്ള സമയം കുറയുന്നു. സോ ദ ടൈം സ്പെൻഡ് ഓൺ ടി വി ആൻഡ് ഹോംവർക്ക് ഈസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ്. അതാണ് നമുക്ക് ഈ ഡയഗ്രാമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് സ്കാറ്റർ ഡയഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബാർ ഡയഗ്രാം. നമ്മൾ ബാർ ഡയഗ്രാം പോലെ തന്നെയാണ്, പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ഹൗ ഓഫൺ ഈച്ച് ഡിഫറെൻറ്റ് വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ occurs. A histogram is the most commonly used graph to show frequency distribution. It looks very much like a bar chart പോലെ തന്നെയാണ്, but there are important differences between them. This helpful data collection and analyze tool and is considered one of the 7 basic quality tools. A histogram is a bar graph that shows frequency data. Histogram provides the easiest ways to evaluate distribution of data. അപ്പോൾ നമുക്ക് ഒരു ബാർ ഗ്രാഫ് പോലെ തന്നെയാണ്, ഒരു ബാർ ഡയഗ്രാം പോലെ തന്നെയാണ് ഹിസ്റ്റോഗ്രാമും. അത് നമുക്ക് വളരെ എളുപ്പം തന്നെ ഡാറ്റ കളക്ട് ചെയ്യാനും അനാലിസിസിനും നമുക്ക് ഹിസ്റ്റോഗ്രാം നമുക്ക് സഹായകരമാവുന്നു. അടുത്തത് കൺട്രോൾ ചാർട്ടാണ്. കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വേരിയബിൾ, അതായത് വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ, എപ്പോഴും ഡിഫക്റ്റുകളും വേരിയേഷൻസും ഉണ്ടാവും. അത് വിത്തിൻ ദ കൺട്രോൾ ലിമിറ്റ് ആണോ ഔട്ട് ഓഫ് ദ കൺട്രോൾ ലിമിറ്റ് ആണോ എന്ന് നമുക്ക് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ളവയാണ് ഈ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ ചാർട്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രോസസ് ചാർട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? It is a graph that shows whether a sample of data falls within the common or normal range of variation. ഒരു വേരിയേഷൻ ഉണ്ടാവും, അതിൽ കോമൺ വേരിയേഷൻ, നോർമൽ വേരിയേഷനിലാണ് ഒരു പർട്ടിക്കുലർ ഒരു ഡാറ്റ വീഴുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ നോർമൽ വേരിയേഷൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ കോമൺ റേഞ്ച് ഓഫ് വേരിയേഷൻ ഇസ് ഡിഫൈൻഡ് ബൈ യൂസ് ഓഫ് കൺട്രോൾ ചാർട്ട് ലിമിറ്റ്സ്. നമുക്ക് എന്താണ് കൺട്രോൾ ചാർട്ട്? കൺട്രോൾ ചാർട്ടിൽ പ്രധാനമായിട്ട് ഒരു സെൻട്രൽ ലൈൻ ഉണ്ടാവും, അപ്പർ കൺട്രോൾ ലൈൻ ഉണ്ടാവും, ലോവർ കൺട്രോൾ ലൈൻ ഉണ്ടാവും. അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ, സെൻട്രൽ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ്. ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കൺട്രോൾ ചാർട്ട് ഈസ് ദ മീൻ ഓർ ആവറേജ്. മീൻ അല്ലെങ്കിൽ ആവറേജ് ആണ് ഈ സെൻട്രൽ ലൈൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദ മാക്സിമം അക്സെപ്റ്റബിൾ വേരിയേഷൻ. മാക്സിമം ഈ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ അത്രയും വരെ വേരിയേഷൻ ആവാം, നമുക്ക് സഹിക്കാം. അതിനപ്പുറത്തേക്ക് പോയാലോ അൺകൺട്രോളബിൾ ആവും. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാലോ ദ മിനിമം അക്സെപ്റ്റബിൾ വേരിയേഷൻ. നമുക്ക് മിനിമം ഇത്രയൊക്കെ ഒരു വേരിയേഷൻ അനുവദിക്കാം. അതിൻ്റെ താഴേക്ക് പോയാലോ അത് അപകടമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കൺട്രോൾ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ് വെച്ചിട്ട് കൺട്രോൾ ചാർട്ട് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റ് 16.2 ആണ്. കൺട്രോൾ ലിമിറ്റ് 16 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ എന്ന് പറയുന്നത് 16 ആണ്.
ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 15.8 ആണ്. അപ്പോൾ ഇതിൽ എല്ലാ പോയിന്റുകളും വിത്തിൻ ദ അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ലോവർ കൺട്രോൾ. ഇത് മാക്സിമം അക്സെപ്റ്റബിൾ വേരിയേഷനാണ്, ഇത് മിനിമം അക്സെപ്റ്റബിൾ വേരിയേഷനാണ്. അതിൻ്റെ ഇടയിലാണ് എല്ലാ പോയിൻറ്റ്സും ഇവിടെ നിന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രോബ്ലംസ് ഒന്നും അവിടെ ഇല്ല. വേരിയേഷൻ ഡ്യൂ ടു നോർമൽ കോസസിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നിരിക്കുന്നത്. ഒരു വേരിയേഷനും ഇല്ലെങ്കിൽ ഈ കൺട്രോൾ ലിമിറ്റിൻ്റെ നേരെ നിന്നേനെ എല്ലാ പോയിൻറ്റുകളും. ചെറിയ വേരിയേഷൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദി അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് മാത്രം കണ്ടോ പുറത്ത്, മാക്സിമം അക്സെപ്റ്റബിൾ വേരിയേഷൻ്റെ അപ്പുറത്തേക്കും പോയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ആ ഒരു കൺട്രോൾ അതിൻ്റെ അപ്പുറത്ത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സം അസൈനബിൾ കോസ് കാരണമാണ് അങ്ങനെയൊരു. അസൈനബിൾ കോസും നോർമൽ കോസും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോർമൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അൺകൺട്രോളബിൾ റീസൺസ് ആണ്. അത് നമുക്ക് നെഗ്ലിജിബിൾ ആണ്, നമുക്ക് എന്താണെങ്കിലും അത് ഒഴിവാക്കാൻ സാധിക്കില്ല. അസൈനബിൾ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സ്പോട്ട് ഓൺ ചെയ്യാനും സാധിക്കും. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ബിക്കോസ് അത് ഹ്യൂജ് വേരിയേഷൻസ് ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഈ വേരിയേഷനുകളെല്ലാം ഉണ്ടായത് നോർമൽ കോസുകൾ കാരണമാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത് നമുക്ക് നെഗ്ലിജിബിളാണ്. അതേസമയം ഈ ഒരു പർട്ടിക്കുലർ വേരിയേഷൻ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നത് എന്തോ ഒരു അസൈനബിൾ കോസ് കൊണ്ടാണ്. ആ ഒരു കോസിനെ നമ്മൾ കണ്ടെത്തണം, സ്പോട്ട് ഓൺ ചെയ്യണം, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും വേണം. സോ ഈ കൺട്രോൾ ചാർട്ട് എ ഗ്രാഫ് ദാറ്റ് ഷോസ് വെദർ എ സാമ്പിൾ ഓഫ് ഡാറ്റ ഫോൾസ് വിത്തിൻ ദ കോമൺ ഓർ നോർമൽ റേഞ്ച് ഓഫ് വേരിയേഷൻ. ഔട്ട് ഓഫ് കൺട്രോൾ ചാർട്ടിൽ എല്ലാം എന്താണ് ഇതിനിടയിലാണ്. ഔട്ട് ഓഫ് കൺട്രോൾ എന്താണ് വന്നിരിക്കുന്നത്? സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പ്ലോട്ട് ഓഫ് ഡാറ്റ ഫോൾസ് ഔട്ട്സൈഡ് ദ പ്രീസെറ്റ് കൺട്രോൾ ലിമിറ്റ്സ്. അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ പുറത്താണ് ഈ പോയിന്റ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടായിരിക്കുന്നത് ഒരു അസൈനബിൾ കോസ് കാരണമാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇത് അപ്പർ കൺട്രോൾ ലിമിറ്റാണ്, ഇതൊരു ലോവർ കൺട്രോൾ ലിമിറ്റാണ്, ഇത് സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ കൺട്രോൾ ലിമിറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ പോയിന്റുകളും ഇറ്റ് ഈസ് വിത്തിൻ ദി അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്. അതിൽ ഒരൊറ്റ പോയിന്റ് മാത്രം കണ്ടോ, പോയിന്റ് ഓഫ് ഔട്ട് ഓഫ് ദി കൺട്രോൾ ലിമിറ്റ് ബൗണ്ടറീസ്, അപ്പർ കൺട്രോളിൻ്റെ മുകളിൽ പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് പുറത്തു പോകാൻ എന്തോ ഒരു അസൈനബിൾ കോസ് ഉണ്ട്. ആ കോസ് എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ നമ്മൾ അത് കൺട്രോൾ ചെയ്യുകയും വേണം. ഇവിടെ ഉണ്ടായ ഈ വേരിയേഷൻസ് ഒക്കെ നോർമൽ കോസ് കൊണ്ടുണ്ടായവയാണ്, അവയെ അധികം ഭയപ്പെടേണ്ടതായിട്ടില്ല. ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട് ഉണ്ട്. അതിൽ എക്സ് ബാർ ചാർട്ട് ഉണ്ട്, ആർ ചാർട്ട് ഉണ്ട്, പി ചാർട്ട് ഉണ്ട്, സി ചാർട്ട് ഉണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും ആണ് നോക്കുന്നത്. എക്സ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മീൻ കൺട്രോൾ ചാർട്ട് ഈസ് ഓഫൻ റിഫേഴ്സ് ടു ആൻ എക്സ് ബാർ ചാർട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ചേഞ്ച് ഇൻ ദ മീൻ ഓഫ് എ പ്രോസസ്. ഒരു മീനിന് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാനാണ് ഈ എക്സ് ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. To construct the upper and lower control limits of the chart, we use the following formulas. അത് നമുക്ക് ഫോർമുല അങ്ങനെ ഒരു പർട്ടിക്കുലർ ചാർട്ട് ഫോം ചെയ്യാനൊന്നും നമുക്ക് ഇപ്പം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ അപ്പർ കൺട്രോൾ ലിമിറ്റ് എക്സ് ചാർട്ടിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഫോർമുല ഇതും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഫോർമുല ഇതെന്നുള്ളതും ഓർത്ത് വെക്കുക. ആർ ചാർട്ടിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഫോർമുല ഇതും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഇതെന്നുള്ളത് ഓർത്ത് വെക്കുക. A control chart monitors the change in the dispersion or variability process. അതാണ് R chart. R chart is another type of control chart variable, whereas X chart measures shift in the central tendency, and this R chart always measures the dispersion or variability of the process. അപ്പോൾ ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട R ചാർട്ടുകൾ അല്ലെങ്കിൽ കൺട്രോൾ ചാർട്ടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ടൂൾസിനെ കുറിച്ചിട്ടാണ്. ചെക്ക് ഷീറ്റ് എന്താണെന്നും, ഫ്ലോ ചാർട്ട് എന്താണെന്നും, പാരറ്റോ ചാർട്ട് എന്താണെന്നും, കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം എന്താണെന്നും, സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നും, ഹിസ്റ്റോഗ്രാം എന്താണെന്നും, കൺട്രോൾ ചാർട്ട് എന്താണെന്നുമുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അതെന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ കൺട്രോൾ ചാർട്ടിൽ തന്നെ നമ്മൾ എന്താണ് എക്സ് ചാർട്ടെന്നും എന്താണ് ആർ ചാർട്ട് എന്നുള്ളതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സോഴ്സസ് ഓഫ് വേരിയേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോമൺ കോസസും ഉണ്ടാകും, അസൈനബിൾ കോസസും ഉണ്ടാകും എന്നുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.